وعلى آله وصحبه أجمعين. പ്രിയമുള്ള ഇന്നത്തെ യോഗാധ്യക്ഷൻ, നിങ്ങളുടെ പ്രസിഡന്റ് യൂനിസ് സലീം സാഹിബ്, സെക്രട്ടറി മനാഫ് മാപ്പട്ടം, ശേഷം സംസാരിക്കാൻ പോകുന്ന അബ്ദുൽ അസീസ് സലഫി, സ്നേഹമുള്ള സഹപ്രവർത്തകരെ, സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വാഗത ഭാഷണത്തിലും അധ്യക്ഷ പ്രസംഗത്തിലുമൊക്കെ സൂചിപ്പിച്ചതുപോലെ ആദർശ കുടുംബം എന്ന വിഷയത്തിൽ നിങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്ന സീരീസ് ഓഫ് പ്രോഗ്രാംസിന്റെ ആരംഭം ഇന്ന് ഇവിടെ കുറിക്കപ്പെടുകയാണ്. നമ്മളൊക്കെ മുസ്ലിങ്ങളാണ്, ഇസ്ലാമിൽ അഭിമാനം കൊള്ളുന്ന ആളുകളാണ്. നമ്മുടെ ആദർശം എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതാണ് എന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ഇതൊരു കുടുംബ സദസ്സാണ്. അതുകൊണ്ട് തന്നെ നാം സംസാരിക്കുന്ന ഏതൊരു വിഷയവും കുടുംബവുമായി കണക്ട് ചെയ്യേണ്ടതുണ്ട് എന്നതിനെ കുറിച്ചും എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ഞാൻ ഒരു 45-50 മിനിറ്റോളം നിങ്ങളോട് സംസാരിക്കുന്നതിന്റെ തുടക്കം മുതൽ അതിന്റെ അവസാനം വരെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഈ ആദർശത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത്, പ്രമാണം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമാണ്. ഖുർആൻ ഉയർത്തിപ്പിടിക്കുന്ന അതിന്റെ ആദർശത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഖുർആനിന്റെ അവതരണത്തിന്റെ ഉദ്ദേശത്തെക്കുറിച്ച് നിരവധി സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആൻ പറയുന്നതിൽ ഒന്ന് മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂരി ബിഇദ്നി റബ്ബിഹിം ഇലാ സിറാത്തിൽ അസീസിൽ ഹമീദ്. അല്ലയോ പ്രവാചകരെ, ഈ ഗ്രന്ഥം നാം താങ്കൾക്ക് ഇറക്കി തന്നിരിക്കുന്നത് ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ, ജനങ്ങളെ അന്ധകാരങ്ങളിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, ബിഇദ്നി റബ്ബിഹിം, അവരുടെ റബ്ബിന്റെ അനുമതിയോടുകൂടെ, അതായത് ഇലാ സിറാത്തിൽ അസീസിൽ ഹമീദ്, അസീസും ഹമീദുമായ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ താങ്കൾ ആനയിക്കാൻ വേണ്ടിയാണ്, നയിക്കാൻ വേണ്ടിയാണ്. ഈ പറഞ്ഞ വിശുദ്ധ ഖുർആനാണ് നമ്മുടെ ആദർശത്തിന്റെ ഒന്നാമത്തെ പ്രമാണം എന്ന് പറയുന്നത്. ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കേണ്ടി വരുന്ന വ്യത്യസ്തങ്ങളായ തലങ്ങളുണ്ട്. നമ്മൾ ഓരോരുത്തരും ഓരോ വ്യക്തി എന്ന നിലയ്ക്ക്, ഒരു ഇൻഡിവിജ്വൽ എന്ന നിലയ്ക്ക്, ഒരു കുടുംബം എന്ന നിലയ്ക്ക്, പ്രസ്ഥാനം എന്ന നിലയ്ക്കൊക്കെ പരസ്പരം ബന്ധപ്പെടുന്ന ആളുകളാണ് നമ്മൾ. ജീവിതത്തിൽ നമുക്ക് പല ലക്ഷ്യങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ നമ്മുടേതായ സ്ഥാപനങ്ങളുണ്ട്. സാമ്പത്തികമായ ലക്ഷ്യത്തിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. നിലപാടും കാഴ്ചപ്പാടുമായി മുമ്പോട്ട് പോകുന്ന ആളുകളുണ്ട്. ജീവിതമൊക്കെ നന്നാക്കണം, ശുദ്ധീകരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. എങ്ങനെ വ്യത്യസ്ത തലങ്ങളിലുള്ള കാഴ്ചപ്പാടുകളിൽ എല്ലായ്പ്പോഴും ഉയർന്നു നിൽക്കേണ്ടത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആദർശമായിരിക്കും. നമ്മുടെ കുടുംബത്തെക്കാൾ, നമ്മുടെ സമൂഹത്തെക്കാൾ, നാം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായ സ്ഥാപനങ്ങളെക്കാൾ
നമ്മുടെ സാമ്പത്തികമായ സോഴ്സുകളെക്കാൾ എല്ലാറ്റിനേക്കാൾ ഉപരിയായി നമ്മുടെ ആദർശത്തിന് നാം എന്ത് ചെയ്യണം? മുഖ്യമായ പരിഗണന കൊടുക്കണം. രണ്ടാമതായി, ആ ആദർശത്തിന്റെ താല്പര്യമനുസരിച്ച് നാം നയിക്കുന്ന നമ്മുടെ ജീവിതം, അതിന് സാധാരണ വിശുദ്ധ ഖുർആനിന്റെ ടെർമിനോളജി അനുസരിച്ച് തസ്കിയത്ത് എന്നാണ് പറയാ, സംസ്കരണം. അതിനാണ് നാം പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പൊ വിശ്വാസി എന്ന നിലയ്ക്ക് ഒന്നാമതായി നാം ആദർശത്തിന് പ്രാധാന്യം കൊടുക്കണം, രണ്ടാമതായി തസ്കിയത്തിന് പ്രാധാന്യം കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ മറ്റു തലങ്ങളിലുള്ള നമ്മുടെ മുഴുവൻ ബന്ധങ്ങളും അതിനുശേഷമാണ്. അതിന്റെ പ്രയോറിറ്റി, മുൻഗണനാ ക്രമം അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ആദർശവും സംസ്കരണവും, അത് എവിടെ നിന്ന് ലഭിക്കണം എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ പ്രമാണങ്ങളിൽ നിന്ന് ലഭിക്കണം. ആ പ്രമാണങ്ങളിൽ ഒന്നാമത്തേത് വിശുദ്ധ ഖുർആനാണ്, രണ്ടാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താണ്. ഇതല്ലാതെ ദീനിൽ വേറെയും പ്രമാണങ്ങളുണ്ട്. അതിലൊന്ന് ഇജ്മാ ആണ്. ഒരു നാട്ടിലെ ഒരു കാലഘട്ടത്തിലെ പണ്ഡിതന്മാരെല്ലാവരും ഏകോപിച്ച് അഭിപ്രായപ്പെട്ട ഒരു കാര്യം മതത്തിൽ പ്രമാണമാണ്. നാലാമതായി ഖിയാസ് എന്ന് പറയും. വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ള ഒരു വിഷയത്തെ സമാനമായ ഒരു വിഷയത്തിന്റെ വിധി കണ്ടെത്താൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതിനാണ് ഖിയാസ് എന്ന് പറയാം. സാധാരണ എവിടെയും ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഖുർആന്, സുന്നത്ത്, ഇജ്മാഅ്, ഖിയാസ്, ഇത് നാലുമാണ് മുഖ്യമായി പറയാറുള്ളത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇസ്ലാമിന്റെ പ്രമാണം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ സുന്നത്തുമാണ്. ഖിയാസും ഇജ്മാഉം എന്ന് പറയുന്നത് ഉപപ്രമാണമാണ്. അവ സ്വതന്ത്ര സ്വഭാവമുള്ള പ്രമാണങ്ങളല്ല. വിശുദ്ധ ഖുർആനിലോ പ്രവാചകന്റെ ജീവിതചര്യയിലോ വന്നിട്ടുള്ള വിഷയങ്ങളുമായി ചേർത്തിട്ടേ നമുക്ക് എന്ത് കണ്ടെത്താൻ കഴിയുള്ളൂ? ഇജ്മാഉം ഖിയാസും കണ്ടെത്താൻ കഴിയുള്ളൂ. അതിനാൽ തന്നെ അവ പ്രമാണങ്ങളാണ്. ഇനി ഖുർആനിനെ കുറിച്ചും സുന്നത്തിനെ കുറിച്ചും പ്രമാണങ്ങൾ എന്ന് പറയുമ്പോൾ അവ രണ്ടും ദൈവികമാണ്. പടച്ചവന്റെ പക്കൽ നിന്നുള്ള വഹീന്റെ അടിസ്ഥാനത്തിലുള്ളതാണ് ഖുർആനും സുന്നത്തും. അതിൽ ഒന്നാമത്തെ പ്രമാണം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനാണ്, രണ്ടാമത്തെ പ്രമാണമാണ് പ്രവാചകന്റെ സുന്നത്ത്. പ്രവാചക സുന്നത്തിനെ രണ്ടാം തരം പ്രമാണമായി നമുക്ക് കാണാൻ പാടില്ല. രണ്ടാം തരം ഒന്നുമില്ല. രണ്ടാം തരം എന്ന് പറയുന്നതും രണ്ടാമത്തേത് എന്ന് പറയുന്നതും രണ്ടും വ്യത്യസ്തമാണ്. അപ്പൊ വിശുദ്ധ ഖുർആനാണ് ഒന്നാമത്തെ പ്രമാണം, രണ്ടാമത്തെ പ്രമാണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. ഈ രണ്ട് പ്രമാണങ്ങളും വഹീന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. വഹീന്റെ അടിസ്ഥാനത്തിലുള്ളതാണെങ്കിൽ രണ്ട് പ്രമാണങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ഒന്ന്, വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് പൂർണ്ണമായും അള്ളാഹുവിന്റെ വഹീ മാത്രമാണ്. സുന്നത്തും അള്ളാഹുവിന്റെ വഹീന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. പക്ഷേ ആ സുന്നത്തിന്റെ ആശയങ്ങൾ മാത്രമാണ് വഹീ. ആ സുന്നത്ത് ഒന്നുകിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ പ്രവർത്തിച്ച് കാണിച്ചു തന്നതായിരിക്കാം, അതല്ലെങ്കിൽ പ്രവാചകൻ സഹാബികളോട് പറഞ്ഞു കൊടുത്തതായിരിക്കാം, അതല്ലെങ്കിൽ സഹാബികളോ അല്ലെങ്കിൽ പ്രവാചകന്റെ പത്നിമാരോ പ്രവാചക സന്നിധിയിൽ വെച്ച് ചെയ്ത ഒരു പ്രവർത്തനത്തെ പ്രവാചകൻ എതിർക്കാതിരുന്നതാവാം. ഇതൊക്കെ തന്നെ സുന്നത്തിന്റെ വിവിധ ഭാഗങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ പല വിഷയങ്ങളും വരികയും ആ വിഷയങ്ങൾക്ക് പരിഹാരം ആവശ്യപ്പെടുകയും ചെയ്തപ്പോ അള്ളാഹുവിന്റെ വഹീ ലഭിക്കുന്നത് വരെ അതിന് പ്രവാചകൻ മറുപടി നൽകാതിരുന്ന എത്രയോ സംഭവങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കാണാം. ആധികാരികമായി മറുപടി പറയണമെങ്കിൽ പടച്ചവന്റെ പക്കൽ നിന്നുള്ള വഹീ ലഭിക്കണം. ആ വഹീ ലഭിക്കാത്തതിനാൽ ഒരു മാസക്കാലം വരെ മുസ്ലിം സമൂഹത്തെ മുൾമുനയിൽ നിർത്തിയ സംഭവ വികാസങ്ങൾ പോലും പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. തൽവിഷയകമായി പ്രവാചകന് അള്ളാഹുവിന്റെ വഹീ വന്നില്ല. ഒരു മാസം കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്? അള്ളാഹുവിന്റെ വഹീ വരുന്നത്. അപ്പോഴാണ് ആ വിഷയകമായിട്ടുള്ള സത്യാവസ്ഥ ഇന്നതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളെ ബോധ്യപ്പെടുത്തുന്നത്. അതിനാലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ സംസാരിക്കുകയുള്ളൂ, സ്വന്തം ഇച്ഛ അനുസരിച്ച് പ്രവാചകൻ സംസാരിക്കില്ല എന്ന് ഖുർആൻ പറഞ്ഞത്.
ഖുർആൻ ആണെങ്കിലും സുന്നത്താണെങ്കിലും പ്രവാചകന്റെ വഹിയാണ്. പക്ഷെ ഖുർആൻ എന്ന് പറയുന്നത് അതിൽ പ്രവാചകന്റെ യാതൊരു കൈകടത്തലുമില്ല. മുഴുവൻ അള്ളാഹു ജിബ്രീൽ മുഖേന പ്രവാചകൻ അറിയിച്ചു കൊടുത്ത കാര്യമാണ്. എന്നാൽ സുന്നത്ത് എന്ന് പറയുന്നതോ ആശയം മാത്രമാണ് അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ളത്. വാക്കുകൾ, വാചകങ്ങൾ പ്രവാചകന്റേതാണ്. ചിലപ്പോൾ പ്രവാചകന്റെ വാചകമായിക്കൊള്ളുന്നില്ല, സഹാബികളുടെ വാചകമാവും. കാരണം അള്ളാഹുവിന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ ചെയ്തു. പ്രവാചകൻ ഇന്ന കാര്യം ചെയ്തു എന്ന് സഹാബികൾ നമുക്ക് പറഞ്ഞു തന്നു. വാചകം പ്രവാചകന്റേത് പോലുമല്ല. വാചകം ആരുടേതാണ്? സഹാബികളുടേതാണ്. പക്ഷേ സഹാബികളുടെ വാചകത്തിന് നിമിത്തമായ കാര്യം ചെയ്ത് കാണിച്ചു തന്നത് ആരാണ്? പ്രവാചകനാണ്. അത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? വഹീന്റെ അടിസ്ഥാനത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഒരിക്കൽ ഖാലിദ് ബിൻ വലീദും പ്രവാചകൻ രണ്ടുപേരും ഒന്നിച്ചൊരു വീട്ടിൽ അതിഥിയായി പോയ സംഭവം ഹദീസുകളിൽ കാണാം. അവിടെ ഉടുമ്പിന്റെ മാംസം വിളമ്പി ആ വീട്ടുകാരൻ. ഭക്ഷണം കഴിക്കുന്ന വേളയിൽ ആ വീട്ടിലെ സ്ത്രീ ചോദിച്ചു, ഇത് ഏത് ഭക്ഷണമാണെന്ന് പ്രവാചകൻ അറിയുമോ? പ്രവാചകൻ പറഞ്ഞു, എനിക്കറിയില്ല. സ്ത്രീ പറഞ്ഞു, ഇത് ഉടുമ്പിന്റെ മാംസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിച്ചില്ല. ഖാലിദ് ബിൻ വലീദ് ഭക്ഷണം കഴിച്ചു. മറ്റു ഭക്ഷണം കൊണ്ട് പ്രവാചകൻ അത് കഴിച്ചു. ഖാലിദ് ബിൻ വലീദ് ഉടുമ്പിന്റെ മാംസം രുചിയോടുകൂടെ കഴിക്കുന്നത് പ്രവാചകൻ ചിരിച്ചുകൊണ്ട് ആസ്വദിച്ചു. കണ്ടു നിന്നു. പ്രവാചകൻ എതിർത്തില്ല. പ്രവാചകൻ അത് കഴിക്കുകയും ചെയ്തില്ല. ഇവിടെ വരുന്നത് അള്ളാഹുവിന്റെ വഹിയുണ്ട്. നമുക്കെന്ത് മനസ്സിലാക്കണം? അള്ളാഹുവിന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ ഉടുമ്പിന്റെ മാംസം അനുവദനീയമാണ്. പക്ഷേ പ്രവാചകന്റെ വ്യക്തി എന്ന നിലയ്ക്ക് ആ മാംസത്തോട് താല്പര്യമില്ലാത്തതിനാൽ പ്രവാചകൻ അത് കഴിച്ചില്ല. അത് അനനുവദനീയമായിരുന്നുവെങ്കിൽ പ്രവാചകൻ ഖാലിദിനെ അത് ഭക്ഷിക്കാൻ അനുവദിക്കുകയും ചെയ്യുമായിരുന്നില്ല. പ്രവാചകൻ ഈ വിഷയമായ ഒരു അക്ഷരം ഒഴിയായിട്ടില്ല. ഖാലിദ് ബിൻ വലീദും തത്സംബന്ധമായി എന്തെങ്കിലും കാര്യം അഭിപ്രായപ്പെട്ടതായി ചരിത്രത്തിൽ കാണില്ല. പക്ഷെ ആ സംഭവം റിപ്പോർട്ട് ചെയ്തപ്പോഴോ എന്തായത്? പ്രവാചകന്റെ സുന്നത്തിന്റെ ഭാഗമായി. അപ്പൊ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഒന്നാമത്തെ പ്രമാണം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനാണ്. രണ്ടാമത്തെ പ്രമാണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താണ്, ഹദീസ് അല്ല. സുന്നത്തും ഹദീസും എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. അത് ഞാൻ വഴിയെ പറയും. ഒന്നാമത്തെ പ്രമാണമായ ഖുർആനും രണ്ടാമത്തെ പ്രമാണമായ സുന്നത്തും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ വ്യത്യാസം ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. ആ ഒന്നാമത്തെ പ്രമാണം പരിപൂർണമായും അള്ളാഹുവിന്റെ വഹി മാത്രമാണ്. പ്രവാചകന് കൂട്ടാനോ കുറയ്ക്കുവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അമെന്റ്മെന്റ് വരുത്തുവാനോ യാതൊരു അവകാശമോ സ്വാതന്ത്ര്യമോ ഇല്ല. പ്രവാചകന് വഹി ഇറങ്ങുന്ന വേളയിൽ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവ മനഃപ്പാഠമാക്കാൻ ശ്രമിക്കുമായിരുന്നു. പ്രവാചകന്റെ വഹി എഴുതി വെക്കാൻ വേണ്ടി കത്തബത്തുൽ വഹി എന്ന പേരിൽ അറിയപ്പെട്ട ചില സഹാബികൾ ഉണ്ടായിരുന്നു. ആ സഹാബികൾക്ക് വഹി ഇറങ്ങിയ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഓതിക്കൊടുക്കുകയും അന്നത്തെ ലഭ്യമായ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി സഹാബികൾ അത് ഒന്നുകിൽ ഓലകളിൽ, അതല്ലെങ്കിൽ മരമുരികളിൽ, അതല്ലെങ്കിൽ കല്ലുകളിൽ, അല്ലെങ്കിൽ എല്ലുകളിൽ, ഇലകളിലൊക്കെ അവരത് എഴുതി വെക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിഞ്ഞു. 23 വർഷത്തെ ദഅവത്ത് പൂർത്തിയാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചുപോയി. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുത്തു. അബൂബക്കർ സിദ്ദീഖ് ഭരണമേറ്റെടുത്ത ഉടനെ നടത്തിയ ചില കാര്യങ്ങൾ ഇസ്ലാമിക ലോകത്തുണ്ടായ ചില അരക്ഷിതാവസ്ഥകൾക്ക് അന്ത്യം കുറിക്കുക എന്നതായിരുന്നു. കുറെ ആൾക്കാർ മുർത്തദീങ്ങളായി, കുറെ ആളുകൾ കള്ളപ്രവാചകത്വം വാദിച്ചു, കുറെ ആളുകൾ ഇസ്ലാമിൽ നിർബന്ധമായ സകാത്ത് കൊടുക്കൂല എന്ന് പറഞ്ഞു. അതിർത്തി പ്രദേശങ്ങളിൽ ചില ആളുകൾ ഇസ്ലാമിനെതിരെ സൈനിക നീക്കം നടത്തി. ഇതിനെ മുഴുവൻ അടിച്ചമർത്തുക, ഒതുക്കുക എന്നതായിരുന്നു അബൂബക്കർ സിദ്ദീഖിന്റെ ഒന്നാമത്തെ ദൗത്യം. അത് അദ്ദേഹം പൂർത്തീകരിച്ചു. പ്രവാചകൻ തന്നെയും മരിക്കാൻ സമയത്ത് ഒരുക്കി നിർത്തിയിരുന്ന ഒരു സൈന്യത്തെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ വിയോഗാനന്തരം ആ സൈന്യത്തെ ചെയ്തു റോമൻ അധികാര പരിധിയിൽപ്പെട്ട ഷാമിലേക്ക് പറഞ്ഞയച്ചു.
സിദ്ദീഖിന്റെ വലങ്കൈയായി പ്രവർത്തിച്ചു. ഉമർ ഇബ്നു ഖത്താബ് സിദ്ദീഖിന്റെ മുമ്പിൽ ഒരു നിർദ്ദേശം വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചുപോയി. വിശുദ്ധ ഖുർആനാണ് അല്ലാഹുവിന്റെ ഒന്നാമത്തെ പ്രമാണം. ആ ഖുർആൻ നാം രേഖപ്പെടുത്തി വെക്കണം. അത് ക്രോഡീകരിക്കും. രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. രേഖപ്പെടുത്തപ്പെട്ട ഖുർആൻ ക്രോഡീകരിച്ചു വെക്കണം. സിദ്ദീഖുൽ അക്ബർ ഉമർ ഇബ്നു ഖത്താബിനോട് ചോദിച്ചു, കൈഫ അഫ്അലു ശൈഅൻ ലം യഫ്അൽഹു റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂൽ ചെയ്യാത്ത ഒരു കാര്യം ഞാൻ എങ്ങനെയാണ് ചെയ്യുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന്റെ ഏതാനും ദിവസം മുമ്പ് വരെ വഹി ഇറങ്ങിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഖുർആൻ ക്രോഡീകരിക്കുക എന്നത് പ്രവാചകന്റെ കാലഘട്ടം സാധ്യമാകുമായിരുന്നില്ല. കാരണം ഒരു ആയത്ത് ഇറങ്ങുമ്പോൾ ആ ആയത്ത് ഏത് സൂറത്തിലെ ഏത് ആയത്തിന്റെ മുമ്പ്, ഏത് ആയത്തിന്റെ ശേഷം, അല്ലെങ്കിൽ ഏത് ആയത്തിന്റെ താഴേക്ക് അനുബന്ധമായിട്ടാണ് അത് രേഖപ്പെടുത്തേണ്ടത് എന്നത് പോലും നിർദ്ദേശിച്ചത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവസാനമായി ഇറങ്ങി എന്ന് പറയപ്പെടുന്ന ആയത്ത് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, പലിശയുമായി ബന്ധപ്പെട്ട സൂറത്തുൽ ബഖറയിലെ അവസാന ഭാഗത്ത് വന്ന ആയത്താണ് എന്നാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത്. പ്രവാചകന്റെ ഹജ്ജത്തുൽ വിദാ വേളയിലാണ് അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നു എന്ന ആയത്ത് ഇറങ്ങുന്നത്. ആ ആയത്ത് ഇറങ്ങിയതിന് ശേഷവും ചില ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മുഫസ്സിരീങ്ങളിൽ മഹാഭൂരിപക്ഷം അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രവാചകൻ ഒരു പക്ഷെ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെയും ആയത്തിറങ്ങാനുള്ള സാധ്യതയുണ്ട്. ഖുർആൻ ക്രോഡീകരിക്കുക എന്നത് പ്രവാചകന്റെ കാലത്ത് സാധ്യമാകുമായിരുന്നില്ല. മഹാനായ ഉമറുൽ ഫാറൂഖ് ഖലീഫ അബൂബക്കർ സിദ്ദീഖിന്റെ അടുക്കൽ ചെന്ന് നിരന്തരം ആവശ്യപ്പെട്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് തന്നെ പറയുന്നുണ്ട്, ശറഹല്ലാഹു സദ്രി, അല്ലാഹു എന്റെ ഹൃദയത്തിന് വിശാലം നൽകി. അതുവരെ ഖുർആൻ ക്രോഡീകരിക്കേണ്ടതില്ല, റസൂൽ ചെയ്യാത്തൊരു കാര്യം ഞാൻ ചെയ്യില്ല എന്ന് വാശി പിടിച്ച അബൂബക്കർ ആ തീരുമാനത്തിൽ നിന്ന് മാറി വിശുദ്ധ ഖുർആൻ ക്രോഡീകരിക്കാൻ അദ്ദേഹം എന്ത് ചെയ്തു? സന്നദ്ധനായി. ഇനി അതിന് ആരെ ഏൽപ്പിക്കും? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് വഹി ഇറങ്ങിയപ്പോൾ എഴുതിയിരുന്ന കതബത്തുൽ വഹി എന്ന സഹാബിമാരിലെ പ്രമുഖനായ സെയ്ദ് ഇബ്നു സാബിത്തിനെയാണ് ആ ചുമതല ഏൽപ്പിച്ചത്. സെയ്ദ് ഇബ്നു സാബിത്ത് കേവലം 28 വയസ്സ് മാത്രം പ്രായമുള്ള സഹാബിയാണ്, യുവാവായ സഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വരുമ്പോൾ 11 വയസ്സേ സെയ്ദ് ഇബ്നു സാബിത്തിന് പ്രായമുള്ളൂ. വളരെ വേഗത്തിൽ ഭാഷ പഠിക്കുന്ന സഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകന്റെ സന്നിധിയിൽ വന്ന് അതുവരെ ഇറങ്ങിയ മുഴുവൻ ഖുർആൻ സൂറത്തുകളും ആയത്തുകളും ക്രമപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ ഓതിക്കൊടുത്തിട്ടുണ്ട്. അതിനാണ് അറബുൽ ഖുർആൻ എന്ന് പറയാം. ഓരോ റമദാനിലും ജിബ്രീൽ വന്നിട്ട് അതുവരെ ഇറങ്ങിയ സൂറത്തുകളും ആയത്തുകളും അതിന്റെ ക്രമമനുസരിച്ച് ചെയ്യും ജിബ്രീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓതിക്കൊടുക്കും. ആ സന്ദർഭത്തിൽ റമദാനിലെ ഓരോ റമദാനിലെയും അവസാനത്തെ 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 ദിവസം ഇത്തികാഫ് ഇരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് ഹിജ്റ 11-ാം കൊല്ലം റബീഉൽ അവ്വൽ മാസത്തിലാണ്. അതിന് തൊട്ട് മുമ്പത്തെ റമദാനിൽ ഹിജ്റ 10-ാമത്തെ റമദാനിൽ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ മനപ്പാഠം ആദ്യം മുതൽ അവസാനം വരെ 2 പ്രാവശ്യം പരിശോധിച്ചു. ആ വർഷം റമദാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2-10 അവസാനത്തെ 20 ദിവസം എന്ത് ചെയ്തു? ഇത്തികാഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അറബുൽ ഖുർആനിന് സാക്ഷ്യം വഹിച്ച സഹാബിയാണ് സെയ്ദ് ഇബ്നു സാബിത്ത്. മാത്രമല്ല സെയ്ദ് ഇബ്നു സാബിത്ത് ഖുർആൻ മുഴുവൻ മനഃപ്പാഠമാക്കിയ സഹാബിയാണ്. അദ്ദേഹം പ്രവാചകന്റെ മുമ്പിൽ പ്രവാചകൻ തന്റെ ഖുർആൻ മനഃപ്പാഠം ജിബ്രീലിന് ബോധ്യപ്പെടുത്തിയതുപോലെ സെയ്ദ് ഇബ്നു സാബിത്ത് അദ്ദേഹത്തിന്റെ ഖുർആൻ മനഃപ്പാഠം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതിനാൽ ഈ ദൗത്യം ഏൽപ്പിക്കാൻ എന്തുകൊണ്ടും യോഗ്യൻ സെയ്ദ് ഇബ്നു സാബിത്താണ് എന്ന് അബൂബക്കർ സിദ്ദീഖ് മനസ്സിലാക്കി. സഹായിക്കാൻ വേണ്ടി മുആദ് ഇബ്നു ജബൽ, ഉബയ്യ് ഇബ്നു കഅബ്, അബൂ ദർദാ, അതേപോലെ തന്നെ ചില ചെറുപ്പക്കാരെ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു അൽ-ആസ്, അങ്ങനെ തുടങ്ങിയ ചില സഹാബിമാരെ സിദ്ദീഖ് ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അബൂബക്കർ സിദ്ദീഖിന്റെ കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആനിന്റെ ക്രോഡീകരണം പൂർത്തിയായി. ഖുർആൻ മനഃപ്പാഠമാക്കിയ ധാരാളം സഹാബികൾ, 100 കണക്കിന് സഹാബികളുണ്ട്.
അപ്പൊ ഈ സഹാബികളുടെ സാന്നിധ്യത്തിലാണ് ഖുർആനിന്റെ ക്രോഡീകരണം പൂർത്തിയായത്. ഒരാളും ഒരു സംശയം ഉന്നയിച്ചിട്ടില്ല. എല്ലാ സഹാബികളും ഈ ഖുർആന്റെ ക്രോഡീകരണത്തിന് പിന്തുണ നൽകി. ഒരാളും ഒരു സംശയം ഉന്നയിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹിസ്സലാമിന് ഓതിക്കൊടുത്തതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഖുർആൻ മുഴുവൻ മനഃപ്പാഠമാക്കിയ സെയ്ദ് ബിൻ സാബിത്ത് ഓതിക്കൊടുത്തതുപോലെ സെയ്ദ് ബിൻ സാബിത്ത് ഈ ഖുർആൻ ക്രോഡീകരണം പൂർത്തിയാക്കി. സിദ്ദീഖ് അദ്ദേഹത്തോട് പറഞ്ഞത് ഇന്നക റജുലുൻ ഷാഖുൻ ആഖിലുൻ ലാ നത്തഹിമുക ഫതതബ്ബഅൽ ഖുർആന ഫജ്മഅഹുന. സെയ്ദിനെ വിളിച്ചു വരുത്തുകയാണ് ഖലീഫ, നീ യുവാവായ മനുഷ്യനാണ്, ഞങ്ങൾക്ക് നിന്നെ കുറിച്ച് യാതൊരു തെറ്റിദ്ധാരണയുമില്ല. ഷാബ് യുവാവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി വഹ്യ് എഴുതിയിരുന്ന സഹാബിയാണ് താങ്കൾ. അതുകൊണ്ട് ഖുർആൻ എല്ലാം സംഘടിപ്പിച്ച് താങ്കൾ ക്രോഡീകരിക്കണം. സെയ്ദ് ബിൻ സാബിത്ത് പറയുന്നുണ്ട്, ഒരു മല ഒരു സ്ഥലത്ത് നിന്ന് മാറ്റി മറ്റൊരു സ്ഥലത്ത് മാറ്റി സ്ഥാപിക്കാനാണ് എന്നോട് സിദ്ദീഖ് കൽപ്പിച്ചിരുന്നതെങ്കിൽ അതാകുമായിരുന്നു എനിക്ക് എളുപ്പം. ഏതിനേക്കാൾ? ഈ ഖുർആൻ ക്രോഡീകരിക്കുന്നതിനേക്കാൾ. അദ്ദേഹത്തിന് എളുപ്പം സാധിക്കുമായിരുന്നു. താൻ മനഃപ്പാഠമാക്കിയ ഖുർആൻ അങ്ങനെ ആകാത്ത എഴുതിയാൽ മതിയായിരുന്നു. സെയ്ദ് ബിൻ സാബിത്ത് അങ്ങനെ ചെയ്തില്ല. സെയ്ദ് ബിൻ സാബിത്ത് വിളംബരം ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ വേളയിൽ പ്രവാചകന്റെ സന്നിധിയിൽ വെച്ച് അത് എഴുതി വെച്ച ഓരോരുത്തരും അവരെഴുതി വെച്ച രേഖകളുമായി എന്റെ മുമ്പിൽ ഹാജരാകണം. മാത്രമല്ല, പ്രവാചകന്റെ സന്നിധിയിൽ വെച്ചാണ് ഈ ഖുർആൻ ആയത്ത് എഴുതിയത് എന്നതിന് 2 സാക്ഷികളെ ഹാജരാക്കുകയും വേണം. ഞാൻ പറഞ്ഞതിന്റെ ഗൗരവം മനസ്സിലായി നിങ്ങൾക്ക്? ഖുർആൻ മനഃപ്പാഠമാക്കിയ ഒട്ടനവധി സഹാബിമാർ അവിടെ ഉണ്ട്. അവർക്ക് അവർ മനഃപ്പാഠമാക്കിയ രൂപത്തിൽ ഖുർആൻ എഴുതിയാൽ മതിയാകുമായിരുന്നു, ക്രോഡീകരിച്ചാൽ മതിയാകുമായിരുന്നു, 2 ചട്ടകൾക്കുള്ളിൽ ക്രോഡീകരിക്കാമായിരുന്നു. പക്ഷെ അത് ചെയ്യാതെ പ്രവാചക സന്നിധിയിൽ വെച്ച് പ്രവാചകന്റെ അറിവോടുകൂടെ ഈ വിശുദ്ധ ഖുർആൻ ക്രോഡീകരിച്ചതാണ് എന്നതിന് 2 സാക്ഷികളെയുമായി വന്നാൽ മാത്രമേ അദ്ദേഹം അത് സ്വീകരിക്കുമായിരുന്നുള്ളൂ. അങ്ങനെയാണ് സ്വീകരിച്ചത്. എന്നിട്ട് അദ്ദേഹം ചെയ്തു, എന്റെ ഹിന്ദുവുമായി പരിശോധിച്ചു. അങ്ങനെയാണ് ഖുർആന്റെ ക്രോഡീകരണം പൂർത്തിയാക്കിയത്. ഈ പറയുന്ന ഒരു ആധികാരികത അന്ന് ജീവിച്ചിരിപ്പുള്ള ആയിരക്കണക്കിന് സഹാബികളിൽ ഖുർആൻ മനഃപ്പാഠമാക്കിയ 100 കണക്കിന് സഹാബികളിൽ ഒരാൾ പോലും ഒരു എതിരഭിപ്രായം പറയാതെ ഖുർആന്റെ ക്രോഡീകരണം പൂർത്തിയാക്കി. ആ നിലക്കുള്ള ആ പൂർത്തീകരണം മുഖവാക്യത. അവിടെ മുതൽ ഇന്നേ വരെ ആയിരക്കണക്കിന് 10,000-കണക്കിന് മനുഷ്യർ ഈ ഖുർആൻ മനഃപ്പാഠമാക്കുകയും ആ ഖുർആനിന്റെ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കോപ്പികൾ പല രൂപങ്ങളിലായി ഇന്ന് ലഭ്യമാണ്. ലോകാവസാനം വരെ ആ ഖുർആൻ വള്ളിപ്പുള്ളി മാറ്റാൻ സാധ്യമല്ല. ഖിയാമത്ത് നാൾ വരെ ഈ ഖുർആനിനെ അല്ലാഹു സംരക്ഷിക്കും. ഇനി നമുക്ക് 2ാമത്തെ പ്രമാണമായ സുന്നത്തിലേക്ക് വരാം. സുന്നത്തിന് ഈ പറയുന്ന ആധികാരികത ഇല്ല. സുന്നത്തിനുണ്ട്, പക്ഷെ ആ സുന്നത്ത് ക്രോഡീകരിച്ച സംവിധാനമായ ഹദീസിന് ഈ ആധികാരികത ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പ്രവാചകന്റെ സുന്നത്തുകൾ ക്രോഡീകരിച്ചിട്ടില്ല. അബൂബക്കർ സിദ്ദീഖിന്റെയോ ഉമർ ഫാറൂഖിന്റെയോ ഉസ്മാൻ ബിൻ അഫ്ഫാന്റെയോ ഖിലാഫത്ത് റാഷിദയുടെയോ കാലഘട്ടങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ക്രോഡീകരിച്ചിട്ടില്ല. പ്രവാചകന്റെ കാലത്ത് ആരെങ്കിലും ഹദീസുകൾ എഴുതി വെക്കുകയായിരുന്നുവെങ്കിൽ, പ്രവാചകന്റെ ഉപദേശങ്ങൾ എഴുതി വെക്കുകയാണെങ്കിൽ പ്രവാചകൻ അത് നിരുത്സാഹപ്പെടുത്തുമായിരുന്നു. ലാ തക്തുബൂ അന്നീ ഗൈറൽ ഖുർആൻ, ഖുർആൻ അല്ലാത്ത യാതൊന്നും നിങ്ങൾ എന്നിൽ നിന്ന് കേട്ട് എഴുതി വെക്കരുത് എന്ന് പ്രവാചകൻ നിർദ്ദേശം നൽകിയിരുന്നു. ആരെങ്കിലും അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതവൻ വായിച്ചു കരയട്ടെ എന്നാണ് പ്രവാചകന്റെ നിർദ്ദേശം. എന്നാൽ പ്രവാചകന്റെ പ്രത്യേകമായ അനുമതി വാങ്ങി ഹദീസുകൾ എഴുതി വെച്ച സഹാബികൾ ഉണ്ടായിരുന്നു. അബ്ദുല്ലാഹ് ഇബ്നു അബ്ദുല്ലാസിനെ പോലെ, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദിനെ പോലെ, അലി ഇബ്നു അബീ താലിബിനെ പോലെ, അനസ് ഇബ്നു മാലിക്കിനെ പോലുള്ള ചില സഹാബികൾ ഹദീസുകൾ എഴുതി വെച്ചിരുന്നു. വ്യാപകമായ തോതിലല്ല, ചെറിയ രൂപങ്ങളിലൊക്കെ എഴുതി വെച്ചിരുന്നു.
അന്നത്തെ കാലത്ത് അവർക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ സഹാബികൾക്ക് അത് നിവർത്തിക്കാൻ സാധിക്കുമായിരുന്നു. പ്രവാചകൻ അങ്ങനെ പറഞ്ഞത് എത്രയോ സംഭവങ്ങളുണ്ട്, വിശദീകരിക്കാൻ സമയമില്ല. ഖലീഫമാർ തന്നെ പല വിഷയങ്ങളിലും അവർക്ക് സംശയം ഉണ്ടാവുകയും എന്നിട്ട് ആ വിഷയകമായി പ്രവാചകൻ എന്താണ് പറഞ്ഞത്, എന്താണ് ചെയ്തത് എന്ന് അതറിയാവുന്ന സഹാബികളെ കെടുച്ചു വരുത്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഇന്നതാണ് എന്ന് മനസ്സിലാക്കി സംശയം ദൂരീകരിച്ച എത്രയോ സംഭവങ്ങൾ ഖുലഫാഉർ റാഷിദീങ്ങളുടെ മഹാനായ ഉമർ ഫാറൂഖിന്റെ കാലഘട്ടത്തിൽ ധാരാളമുണ്ട്. പ്രവാചകന്റെ കാലശേഷം വിശുദ്ധ ഖുർആനിന്റെ ക്രോഡീകരണം പൂർത്തീകരിക്കപ്പെട്ടതിന് ശേഷം ചില സഹാബികൾ ഉമർ ഫാറൂഖിന്റെ അടുക്കൽ വന്നു. സിദ്ദീഖ് മരിച്ചുപോയി. പിന്നെ 10 വർഷം ഖിലാഫത്ത് ഭരിക്കുന്നത് ഉമർ ഫാറൂഖാണ്. ഉമർ ഫാറൂഖിന്റെ അടുക്കൽ വന്നിട്ട് ചില സഹാബികൾ പറഞ്ഞു, നമുക്ക് ഖുർആന്റെ ക്രോഡീകരണം നിർവഹിച്ചതുപോലെ പ്രവാചകന്റെ സുന്നത്തും ക്രോഡീകരിക്കണം. പ്രവാചകന്റെ സുന്നത്തുകൾ എഴുതി വെക്കണം, ക്രോഡീകരിച്ച് വെക്കണം. ഉമർ ഫാറൂഖ് നേരത്തെ പ്രവാചകന്റെ സുന്നത്തുകൾ ക്രോഡീകരിച്ച് വെക്കണം എന്ന അഭിപ്രായക്കാരനായിരുന്നു. പക്ഷേ ഖലീഫയായപ്പോൾ അദ്ദേഹത്തിന്റെ നിലപാട് മാറി. സഹാബികൾ അദ്ദേഹത്തിന് സമ്മർദ്ദം ചെലുത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ എനിക്ക് 1 മാസം സമയം തരണം, ഞാൻ ആ വിഷയമായിട്ടൊന്ന് ആലോചിക്കട്ടെ, ഇസ്തിഖാറത്ത് നടത്തട്ടെ. അങ്ങനെ 1 മാസം കഴിഞ്ഞിട്ട് ഉമർ ഫാറൂഖ് പറഞ്ഞത്, കുന്തു തഫക്കർതു അൻ അഖ്വാമി, ഞാന് ചില ആളുകളെ കുറിച്ച്, നിമ്മൻകാന കബിലത്തും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ പോയ ചില ആളുകളെ കുറിച്ച് ഞാൻ ആലോചിച്ചു. കതബു കുതുബൻ ഫഅഖബു അലൈഹ വതറകു കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ വേദഗ്രന്ഥം മാറ്റിവെച്ച് അവർ കുറച്ച് ഗ്രന്ഥങ്ങൾ എഴുതുകയും അവർ എഴുതിയ ഗ്രന്ഥങ്ങളിൽ അവർ അഭിനന്ദിക്കുകയും ചെയ്തു. വല്ലാഹി ലാ ഉൽബിസു ബികിതാബില്ലാഹി ശൈഅൻ അബദാ, അല്ലാഹുവിന്റെ കിതാബിനോട് മത്സരിക്കാവുന്ന മറ്റൊരു ഗ്രന്ഥം, അല്ലാഹുവിന്റെ കിതാബിൽ സംശയമുണർത്തുന്ന ഒരു സാഹചര്യം, ആശയക്കുഴപ്പമുണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു സാഹചര്യം ഞാൻ സൃഷ്ടിക്കുന്ന പ്രശ്നമേ ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അള്ളാഹിന്റെ കിതാബിന്റെ കൂടെ തുല്യമായി പരിഗണിക്കാവുന്ന മറ്റൊരു കിതാബ് ഉണ്ടാകാനേ പാടില്ല എന്ന് അദ്ദേഹം കർക്കശമായ നിലപാട് സ്വീകരിച്ചു. ഹദീസ് എഴുതി വെച്ചില്ല, സുന്നത്ത് രേഖപ്പെടുത്തി വെച്ചില്ല. ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ കാലഘട്ടം പ്രശ്നകലുഷിതമായിരുന്നു. അലിയുടെ അബീതാലിബിന്റെ കാലഘട്ടമായപ്പോഴേക്ക് നാം സംഭവവികാസങ്ങൾ എല്ലാവർക്കും അറിയാം. പിന്നെ ഭരണമേൽക്കുന്നത് ഉമവികളാണ്. 92 കൊല്ലം മുസ്ലിം ലോകം ഭരിച്ചത് ഉമവി ഭരണകൂടമാണ്. ആ ഉമവി ഭരണകൂടത്തിലെ ആദ്യത്തെ ഖലീഫമാര് മുആവിയ, യസീദ്, മുആവിയത്ത് ബിൻ യസീദ്, മർവാൻ ബിൻ ഹക്കം, അബ്ദുൽ മലിക് ബിൻ മർവാൻ, വലീദ് ബിൻ അബ്ദുൽ മലിക്, സുലൈമാൻ ബിൻ അബ്ദുൽ മലിക് കഴിഞ്ഞ് പിന്നെ വന്ന ഭരണാധികാരിയാണ് ഉമർ ബിൻ അബ്ദുൽ അറിയപ്പെടുന്നത്. നീതിമാനായ ഭരണാധികാരി, ഉമവി ഭരണാധികാരി. അദ്ദേഹം ഭരിച്ചത് ഹിജറ 99 മുതൽ 101 വരെ 2 കൊല്ലമാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടം വന്നപ്പോ അദ്ദേഹമാണ് ഹദീസ് ക്രോഡീകരിക്കാൻ, പ്രവാചകന്റെ സുന്നത്ത് ക്രോഡീകരിക്കാൻ നിർദ്ദേശം നൽകിയത്. അന്നത്തെ മദീനയിലെ ഗവർണറായിരുന്നു അബൂബക്കർ ഇബ്നു ഹസൻ. അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞത്, ഖലീഫ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, അദ്ദേഹം പറഞ്ഞത്, ഉൻദുറു ഇലാ ഹദീസ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖ്ഹു ഇന്നി ഖിഫ്തു ദുറൂസൽ ഇൽമി വദഹാബൽ ഉലമാ. പ്രവാചകന്റെ ഹദീസുകൾ എവിടെയൊക്കെ ഉണ്ടോ അത് അന്വേഷിച്ചു പരതി കണ്ടെത്തി നീ അത് എഴുതി വെക്കണം. കാരണം ഇൽമൊക്കെ നിർമ്മിപ്പോകുന്നതും പണ്ഡിതന്മാരൊക്കെ മരിച്ചു പോകുന്നതുമായി ഞാൻ മനസ്സിലാക്കുന്നത് പേടിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ച് ഏകദേശം 89 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് ഹിജറ 99 ഭരണമേറ്റെടുത്ത ഉമർ ബിൻ അബ്ദുൽ അസീസ് ആണ് ഹദീസ് ക്രോഡീകരിക്കാൻ പറയുന്നത്. ഏകദേശം 1 നൂറ്റാണ്ട് കഴിഞ്ഞു. ഈ നൂറ്റാണ്ടിലേക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി, ഒരുപാട് രാഷ്ട്രീയ സംഘടനകളുണ്ടായി, മുസ്ലിംകൾക്കിടയിൽ അധികാരത്തിന് വേണ്ടിയുള്ള ഒരുപാട് വടംവലികളുണ്ടായി, അമവിയാക്കളും അതേപോലെ ഷിയാക്കളും തമ്മിലുള്ള പോരാട്ടങ്ങളുണ്ടായി. ഖവാരിജിയാക്കൾ രംഗത്ത് വന്നു. ഖവാരിജിയാക്കളും അതേപോലെ ഭരണപൂർവ്വമുള്ള യുദ്ധങ്ങളുണ്ടായി. അബ്ബാസിയാക്കളും അമവിയാക്കളും അധികാരത്തിന് വേണ്ടിയുള്ള വടംവലികളുണ്ടായി. മുസ്ലിം ലോകത്ത് ഒരുപാട് പുതിയ പ്രസ്ഥാനങ്ങളും ചിന്താധാരകളും രൂപപ്പെട്ടു. ഓരോരുത്തരും അവരവർക്ക് പിന്തുണ ലഭിക്കാൻ വേണ്ടി, അവരുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി പ്രവാചകൻ പറഞ്ഞതാണ് എന്ന രൂപേണ ഒരുപാട് ഹദീസുകൾ കെട്ടിച്ചമച്ചുണ്ടാക്കി. ഈ ഹദീസുകളിൽ നിന്ന്
ഏതാണ് പ്രവാചകന്റെ ശരിയായ സുന്നത്ത് എന്ന് നിർദ്ധാരണം ചെയ്തെടുക്കുക എന്നത് അതീവ സാഹസമായിരുന്നു. അബൂബക്കർ ഇബ്നു ഹസമിന്റെ നിർദ്ദേശപ്രകാരം പ്രമുഖ താബഈ പണ്ഡിതനായ ഇബ്നു ശിഹാബ് സുഹരിയാണ് ഹദീസുകൾ ആദ്യമായി ക്രോഡീകരിക്കാൻ തുടങ്ങിയത്. 2 വർഷത്തെ ഭരണം കഴിഞ്ഞ് ഉമർ ഇബ്നു അസീസ് മരിച്ചു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെയും 31 വർഷം അമവിയാക്കാണ് ഭരിക്കുന്നത്. അത് കഴിഞ്ഞ് അബ്ബാസി ഭരണകൂടം വന്നു. 2ാം ഖലീഫ അബ്ബാസി ഖലീഫ അബൂ ജാഫർ മൻസൂർ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി മക്കയിൽ വന്നപ്പോ അദ്ദേഹം മദീനയിൽ പോയി ഇബ്നു ശിഹാബ് സുഹരിയെ വീണ്ടും കണ്ട് അദ്ദേഹത്തോട് ഹദീസ് ക്രോഡീകരിക്കാൻ പറഞ്ഞപ്പോഴാണ് ഹദീസ് ക്രോഡീകരണം വ്യാപകമായി തുടങ്ങിയത്. അത് കഴിഞ്ഞ് ഇമാം ബുഖാരിയൊക്കെ ജനിക്കുന്നത് ഹിജ്റ 194-ലാണ്. ഹിജ്റ 256-ലാണ് ബുഖാരി മരിക്കുന്നത്. മുസ്ലിം വിഖ്യാത ഹദീസ് പണ്ഡിതനായ ഇമാം മുസ്ലിം ജനിക്കുന്നത് ഹിജ്റ 204-ലാണ്. 261-ലാണ് ഇമാം മുസ്ലിം മരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിട്ട് എത്ര കൊല്ലായി? 200 കൊല്ലം കഴിഞ്ഞു. അതിനു മുമ്പ് മദ്ഹബിന്റെ ഇമാമാരുണ്ടായി. അബൂ ഹനീഫ ഹിജ്റ 80-ലാണ് ജനിച്ചത്, 150-ലാണ് മരിച്ചത്. അദ്ദേഹം താബിയാണോ അല്ലേ എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില ആളുകൾ പറയുന്നു അനസ് ഇബ്നു മാലിക്കിനെ അദ്ദേഹം കണ്ടിട്ടുണ്ട്. അവസാനമായി മരിച്ച സഹാബികളിൽപ്പെട്ട ആളാണ് അനസ് ഇബ്നു മാലിക്. ഹിജ്റ 90-ന് ശേഷം മരിച്ചത്. ഹിജ്റ 80-ലാണ് അബൂ ഹനീഫ ജനിക്കുന്നത്. അപ്പൊ മാലിക് ഇമാം അനസ് ഇബ്നു മാലിക്കിനെ അബൂ ഹനീഫ കണ്ടിട്ടുണ്ടെങ്കിൽ അബൂ ഹനീഫ താബിയാണ്, അല്ലെങ്കിൽ അബൂ ഹനീഫ താബിയാണ്. മറ്റു മതത്തിലെ ഇമാമാരൊക്കെ തന്നെ അബൂ ഹനീഫയ്ക്ക് ശേഷമാണ്. ഇമാം മാലിക് ബിൻ അനസ്, ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി, ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഒക്കെ ശേഷമാണ്. ഷാഫി ജനിക്കുന്നത് അബൂ ഹനീഫ മരിച്ച ഹിജ്റ 150-ലാണ് ഇമാം ഷാഫി ജനിക്കുന്നത് തന്നെ. അപ്പൊ ഈ മദ്ഹബിന്റെ ഇമാമാരെന്ത് വരും? അന്ന് അവർക്ക് ലഭിച്ച ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിക കർമ്മശാസ്ത്രം അവർ രൂപപ്പെടുത്തി. കർമ്മശാസ്ത്രം വെച്ചാൽ മതവിധികളുമായി ബന്ധപ്പെട്ട അഹ്കാമുകളുമായി ബന്ധപ്പെട്ട സുന്നത്തുകളും ഫർളുകളും ഷർത്തുകളും അങ്ങനെ തുടങ്ങിയ ഫിഖ്ഹി മസലകൾ, സാമ്പത്തിക രംഗത്ത് മുആമലാത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, വൈവാഹിക രംഗത്തെ വിഷയങ്ങൾ, കർമ്മശാസ്ത്രപരമായ എല്ലാ വിഷയങ്ങളും അവരുടെ ഒരു ക്രോഡീകരിച്ചു വെച്ചു. അതാണ് ഫിഖ്. ആ ഫിഖ്ഹിന്റെ ആദ്യ രൂപമാണ് മദ്ഹബ്. അതിനുവേണ്ടി ഇമാം ഷാഫി ഉസൂലുൽ ഫിഖ് ഉണ്ടാക്കി. എങ്ങനെയാണ് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നുമൊക്കെ മതചേരികൾ നിർദ്ധാരണം ചെയ്തെടുക്കേണ്ടത് എന്ന വിജ്ഞാന ശാഖ. പക്ഷെ അപ്പോഴും എങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ ഏതാണ് സഹിയായ ഹദീസ്, ഏതാണ് വഈഫായ ഹദീസ് എന്ന് വേർതിരിക്കുവാനുള്ള കൃത്യമായ മാനദണ്ഡം ഉസൂലുൽ ഹദീസ് രൂപപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. മദ്ഹബിന്റെ ഇമാംമാരെ രൂപപ്പെടുത്തിയത് ഉസൂലുൽ ഫിഖ്ഹാണ്. എന്നാൽ ഹദീസ് നിദാന ശാസ്ത്രം എന്ന് പറയുന്നത് ഉസൂലുൽ ഹദീസാണ്. ഉസൂലുൽ ഹദീസിന് കൃത്യമായ രൂപം നൽകുന്നത് ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെയാണ്. അത് ഏതിനു ശേഷമാണ്? മദ്ഹബിന്റെ പണ്ഡിതന്മാർക്ക് ശേഷമാണ്. അപ്പൊ ഹദീസുകളുടെ കൃത്യമായ നിരൂപണം നടത്തി ആരൊക്കെയാണ് ഫിഖത്ത് വിശ്വസ്തർ, ആരൊക്കെയാണ് നീതിമാന്മാർ, ആരൊക്കെ ഏതൊക്കെ റാവിമാർ റിപ്പോർട്ട് ചെയ്ത ഹദീസുകളാണ് സ്വീകരിക്കേണ്ടത് എന്ന് തുടങ്ങിയ അതിന്റെ കൃത്യമായ മാനദണ്ഡം രൂപീകരിക്കുന്നതിന് മുമ്പാണ് ഹദീസ് പണ്ഡിതന്മാർ ഈ പറഞ്ഞ ഉസൂലുൽ ഹദീസ് രൂപപ്പെടുത്തിയെടുക്കുന്നതിന്റെ കൊല്ലങ്ങൾക്ക് മുമ്പാണ് മദ്ഹബിന്റെ ഇമാംമാര് എഴുതിയുണ്ടാക്കിയത്, മദ്ഹബുകൾ എഴുതിയുണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ മദ്ഹബിൽ എന്ത് ചെയ്തോരോ ലൈഫായ കുറെ ഹദീസുകൾ ഇമാം ദാറുഖുത്നിയൊക്കെ വരുന്നത് ഇതാ 400 ശേഷമാണ്. ഇമാം നസായി, ഇബ്നു മാജ, തുർമുദി, അബൂ ദാവൂദ് മുതലായ ആളുകൾക്ക് വരുന്നത് ഹിജ്റ 3-ാം നൂറ്റാണ്ടിന്റെയും 4-ാം നൂറ്റാണ്ടിന്റെയും ഇടയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം 2 വർഷത്തിന്റെ ഉള്ളിൽ സഹാബികളൊക്കെയും ജീവിച്ചിരിക്കെ, ഖുർആൻ മനഃപ്പാഠമാക്കിയ സഹാബികളൊക്കെ സാക്ഷിയായിരിക്കെ, അവരുടെ സന്നിധിയിൽ വെച്ച് വിശുദ്ധ ഖുർആനിന്റെ ക്രോഡീകരണം നിർവഹിച്ചപ്പോലുള്ള ഒരു വിശ്വാസ്യത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം കഴിഞ്ഞ് നൂറ്റാണ്ടുകൾക്ക് ശേഷം 1, 2, 3 നൂറ്റാണ്ട് കഴിഞ്ഞ് രേഖപ്പെടുത്തപ്പെട്ട ഹദീസുകൾക്ക് ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിന് ചുരുക്കം. എന്നാൽ പ്രവാചകന്റെ സുന്നത്തിൽ മാറ്റമില്ല. പ്രവാചകന്റെ സുന്നത്ത് എന്ന് പറയുന്നത്
വഹീന്റെ അടിസ്ഥാനത്തിൽ രണ്ടാം പ്രമാണം തന്നെയാണ്. പക്ഷേ ആ രണ്ടാം പ്രമാണമായ സുന്നത്ത് രേഖപ്പെടുത്തി വെച്ചപ്പോഴേക്ക് കാലവിളക്കം സംഭവിച്ചു പോയി. അതിനുള്ള നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യത്തെ ഒരു നൂറ്റാണ്ടുകാലം മുസ്ലിങ്ങളുടെ മുമ്പിൽ കാര്യമായി വിശുദ്ധ ഖുർആൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും ഖുർആനിൽ ഫോക്കസ് ചെയ്തു. ഖുർആൻ ധാരാളമായി ആളുകൾ പഠിക്കാനും നിമിത്തമായി. ഹദീസുകളുടെ കൂട്ടത്തിൽ ഏതാണ് സഹീഹ്, ഏതാണ് ദഈഫ്, ഏതാണ് മർഫൂഅ്, ഏതാണ് മുർസൽ, ഏതാണ് മുത്തവാത്തിർ, ഏതാണ് മശ്ഹൂർ, ഇതൊക്കെ വേർതിരിച്ചെടുക്കാൻ വളരെ പ്രയാസകരമായ ആ ദൗത്യം നമുക്ക് നിർവഹിക്കേണ്ടി വന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് മനസ്സിലാക്കണം? വിശുദ്ധ ഇസ്ലാമിന്റെ ഒന്നാമത്തെ അടിത്തറ പ്രമാണം എന്ന് പറയുന്ന വിശുദ്ധ ഖുർആൻ അന്യൂനമാണ്. അതിൽ യാതൊരു ന്യൂനതയുമില്ല. അത് മുത്തവാത്തിറാണ്. അതിന്റെ ഉസൂലുൽ ഹദീസ് പോലെ, ഉസൂലുൽ ഫിഖ് പോലെ സ്വീകരിക്കുവാൻ വേറെ മാനദണ്ഡങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നില്ല. അതിലാർക്കും സംശയവുമില്ല. രണ്ടാം പ്രമാണ സുന്നത്താണ്, അത് വഹിയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ആ വഹി രേഖപ്പെടുത്തി ക്രോഡീകരിച്ചു വെച്ച നൂറ്റാണ്ടുകൾ കഴിഞ്ഞതായതുകൊണ്ടും അന്ന് സ്വാർത്ഥ താല്പര്യക്കാരായ ഒരുപാട് കക്ഷികൾ രംഗത്ത് വന്നതുകൊണ്ടും ആ ഹദീസ് ക്രോഡീകരണം എന്നുള്ളത് വലിയൊരു കടമ്പയായിരുന്നു. അതിൽ നിന്ന് നല്ലതും തീയതും ഏതാണെന്ന് വേർതിരിക്കുക എന്നത് അതിസാഹസികമായിരുന്നു. ആ സാഹസികമായ ദൗത്യം വളരെ പ്രയാസപ്പെട്ടാണ് എന്ത് ചെയ്തത്? ബുഖാരി, മുസ്ലിം ഒക്കെ നിർവഹിച്ചത്. അതുകൊണ്ട് തന്നെ ഹദീസുകൾ എന്ത് ചെയ്തു? നിരൂപണത്തിന് വിധേയമായി. പല ഹദീസുകളും നിരൂപണത്തിന് വിധേയമായിട്ടുണ്ട്. ഇമാം ബുഖാരി 6 ലക്ഷം ഹദീസുകൾ മനഃപ്പാഠമാക്കിയതിൽ അദ്ദേഹത്തിന്റെ വിഖ്യാത ഗ്രന്ഥമായ സഹീഹുൽ ബുഖാരിയിൽ 4000 ചില്ലാനം ഹദീസുകളേ ഉള്ളൂ. ബാക്കി ഹദീസുകളൊക്കെ അദ്ദേഹം എന്ത് ചെയ്തു? സംശയത്തിന്റെ ബലത്തിൽ മാറ്റിവെച്ചു. ബുഖാരിയുടെ മാത്രം സംഭവമല്ല, ശിഹാബ് സിദ്ദീഖിലെ മറ്റെല്ലാ പണ്ഡിതന്മാരുടെയും അവസ്ഥ അത് തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ രണ്ട് വിഷയങ്ങൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഹദീസ് എന്ന് പറഞ്ഞ് നമ്മുടെ മുമ്പിൽ വരുന്നത് മുഴുവൻ നമുക്ക് സ്വീകരിക്കാൻ നിവൃത്തിയില്ല. ഏതാണോ സഹീഹായ ഹദീസ്, ആ ഹദീസ് മാനദണ്ഡങ്ങൾക്കനുസരിച്ച് സഹീഹാണ് എന്ന് പ്രവാചകൻ അങ്ങനെ ചെയ്തു പറഞ്ഞു എന്ന് ഉത്തമ ബോധ്യമുള്ള ഹദീസുകൾ വേർതിരിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് മുസ്ലിം ലോകത്തിന് നിർബന്ധമായി തോന്നുന്നു. അതുകൊണ്ട് സഹീഹായ ഹദീസുകൾ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്വീകരിക്കുന്നത്. ആ സഹീഹായ ഹദീസുകളാണ് സുന്നത്ത്. ആ സുന്നത്താണ് എന്ത്? രണ്ടാം പ്രമാണം. ഇത് ഇത്രയും പറയാൻ കാരണം എന്താണെന്നറിയോ? മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് പ്രമാണങ്ങളെ കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതും ഉൾക്കൊള്ളുക എന്നതും നമുക്ക് നിർബന്ധം, നമ്മുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണയും അറിവുമില്ലാതെ മുസ്ലിം സമൂഹം എന്ന് പറയുന്നതിന് അർത്ഥമില്ല. പലർക്കും ഖുർആനെ കുറിച്ച് പല വിഷയങ്ങളിലും ഖുർആന്റെ കാഴ്ചപ്പാട് എന്താണ്, ഖുർആന്റെ സമീപനം എന്താണ്, ആ വിഷയത്തിൽ അള്ളാഹു എന്താണ് പറഞ്ഞത്, ഖുർആനിന്റെ വിശദീകരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്, അല്ലെങ്കിൽ പ്രവാചകന്റെ സുന്നത്തിന് ഈ വിഷയത്തിലുള്ള കാഴ്ചപ്പാട് എന്താണ് എന്നിത്യാൽ അടിസ്ഥാനപരമായ വിഷയങ്ങളെ കുറിച്ച് പോലും കൃത്യമായ ധാരണയില്ലാതെയാണ് മുസ്ലിം സമൂഹം ജീവിക്കുന്നത്. അതുകൊണ്ട് എന്തായി ചോദിച്ചാൽ, ഇസ്ലാമാണ് എന്ന് പറഞ്ഞ് ആര് രംഗത്ത് വന്നാലും അതിന്റെ സത്യാസത്യ ബലാബലം പരിശോധിക്കാതെ അത് ഇസ്ലാമാണെന്ന് കരുതി പുലുകുന്ന ഒരു പ്രവണത മുസ്ലിം ലോകത്ത് പണ്ട് കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. അത് ഈ കാലഘട്ടത്തിലുണ്ട്. വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തിന്റെ ഭാഗമുണ്ട്, അലാലില്ലാഹിൽ ഖൽഖു വൽ അംർ. ഒരു ഉദാഹരണം പറയാം. അലാലില്ലാഹിൽ ഖൽഖു വൽ അംർ, ഖൽഖും അംറും അല്ലാഹുവിനാണ്. എന്നിട്ട് ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞത്, ഇത് രണ്ടും കഴിഞ്ഞ് ഇതിന്റെ അപ്പുറം വല്ലതും ബാക്കിയുണ്ടെങ്കിൽ മനുഷ്യരെ അതൊക്കെ നിങ്ങൾ ഓടി വെച്ചെടുത്തോളൂ എന്ന് വെച്ചാൽ ഖൽഖും അംറും അല്ലാഹുവിനാണ് എന്ന് പറഞ്ഞാൽ പിന്നെ അതിനപ്പുറം വേറൊന്നുമില്ല. എല്ലാം ഈ ലോകത്ത് കാണുന്ന സർവ്വ ചരാചരങ്ങളുടെയും സൃഷ്ടിപ്പ് അത് അല്ലാഹുവിന്റെ കയ്യിലാണ്. ഈ ലോകത്തിന്റെ മുഴുവൻ നിയന്ത്രണവും എല്ലാ കാര്യങ്ങളും അല്ലാഹുവിന്റെ കവലത്തിലാണ്, അവന്റെ കൈപ്പിടുത്തത്തിലാണ്. അള്ളാഹു അറിയാതെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ഇല പോലും അനങ്ങുന്നില്ല. ഒരു പഴുത്ത ഇല ചെടിയിൽ നിന്ന് വീഴുന്നത് പോലും അള്ളാഹു അറിയും. കണ്ണിന്റെ ചട്ടുനോട്ടം. ഞാൻ അടുത്ത നിമിഷം എന്താണോ ചിന്തിക്കാൻ പോകുന്നത് എന്നത് ഞാൻ ചിന്തിക്കുന്നതിന് മുമ്പേ ആര് മനസ്സിലാക്കും? അള്ളാഹു മനസ്സിലാക്കും. അതാണ് അള്ളാഹുവിന്റെ കഴിവ്. അപ്പൊ ഇങ്ങനെ അലാലുൽ ഖൽഖു വൽ അംർ എന്ന് വിശുദ്ധ ഖുർആനിൽ ഉണ്ടെങ്കിൽ
ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് മണവൂർ എന്ന ഗ്രാമത്തിൽ ഏതാനും കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ചു മരിച്ചു പോയ അബൂബക്കർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് എന്ന് ഏതെങ്കിലും ആളുകൾ പറയുമ്പോഴേക്ക് അതിന്റെ പിന്നാലെ മുസ്ലിം സമൂഹം പോകുന്നതിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഖുർആനും ഹദീസും അതാണ് അടിസ്ഥാന പ്രമാണം എന്ന് മനസ്സിലാക്കുന്നതിന്റെ ഫലമായിട്ടാണ്. ഇവിടെ കാറ്റിനെ നിയന്ത്രിക്കുന്നത്, മഴയെ നിയന്ത്രിക്കുന്നത്, വിമാനങ്ങളെ നിയന്ത്രിക്കുന്നത്, കപ്പലിനെ നിയന്ത്രിക്കുന്നത് കൊല്ലങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ CM അബൂബക്കർ എന്ന് പറയുന്ന വ്യക്തിയാണ്. അവസാന കാലഘട്ടത്തിൽ മാനസിക വിഭ്രാന്തി കാണിച്ച് കോഴിക്കോട് അങ്ങാടിയുടെ തെരുവിലൂടെ നടന്നിരുന്ന ഒരു മനുഷ്യൻ. അയാളാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത്. അയാളാണ് മുതൽ ആലം. അയാളാണ് വിമാനങ്ങളെ നിയന്ത്രിക്കുന്നത്. അദ്ദേഹമാണ് കപ്പലുകൾ നിയന്ത്രിക്കുന്നത്. അപകടത്തിൽപ്പെട്ട ആളുകളെ ട്രെയിൻ വേഗത്തിൽ വരുന്നു. ആ ട്രെയിനിന് മുന്നിൽ ഇയാൾ പറഞ്ഞു നിർത്തണമെന്ന് പറഞ്ഞു. ട്രെയിൻ നിന്നു. ഇത് ഏതെങ്കിലും ഒരു മൗലവി ഒരു ഇസ്ലാമിക വേഷം എന്ന് പറയുന്ന ഒരു വേഷം കെട്ടി മൈക്കിന്റെ മുമ്പിൽ ഒന്ന് പ്രസംഗിക്കുമ്പോഴേക്ക് അല്ലാഹു അക്ബർ എന്ന് വിളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ മുസ്ലിം സമുദായം അധപ്പതിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം ഈ പറഞ്ഞ ഖുർആനും ഹദീസും പ്രമാണങ്ങളെ കൃത്യമായി മനസ്സിലാക്കാത്തതിന്റെ ഫലമായിട്ടാണ്. അതല്ലെങ്കിൽ എല്ലാവിധ രോഗവും മാറ്റാൻ ഇന്ന ജാറത്തിൽ പോയി അവിടെ കബറിൽ മൂടി ചില പ്രത്യേക പ്രാർത്ഥനാദി കർമ്മങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ മുഴുവൻ രോഗവും മാറും എന്ന് മുസ്ലിം സമൂഹത്തിലെ ഏതെങ്കിലും സ്ത്രീയോ പുരുഷനോ വിശ്വസിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ ഖുർആനും ഹദീസും പഠിക്കാത്തത് കൊണ്ടാണ്. എല്ലാ രോഗത്തിലും അല്ലാഹു മരുന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. മനുഷ്യനെന്ത് ചെയ്യണം? അവന്റെ കയ്യിൽപ്പെട്ട ചികിത്സ നടത്തണം. പ്രവാചകൻ പറഞ്ഞതാണ് എല്ലാ രോഗത്തിലും മരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ദവാവോ, നിങ്ങൾ ചികിത്സിക്കണം. ലികുല്ലിദാഇൻ ദവാ. അതോടൊപ്പം എന്ത് വേണം? അല്ലാഹുവിന്റെ കാരുണ്യം കിട്ടാൻ അനുഗ്രഹത്തിലൂടെ നമ്മൾ പ്രാർത്ഥിക്കുകയും വേണം. ഏതൊക്കെ വിഷയങ്ങളിൽ ഇങ്ങനെ മുസ്ലിം സമൂഹത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നുള്ളത് ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ മുമ്പിൽ ഒരാൾ ഇന്നത് ഇസ്ലാം എന്ന് പറഞ്ഞു വരുമ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ വേറെ ഏത് മൗലവി ഏത് പണ്ഡിതൻ പറയുകയാണെങ്കിലും അതിന്റെ ആധികാരികതയുണ്ടോ, മതത്തിന്റെ തെളിവ്, അതില്ലത്തിന്റെ പിൻബലമുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. ഖുർആനിലും ഹദീസിലും വന്നത് എന്താണോ അത് ദീൻ. അതാര് പറഞ്ഞാലും ഒരു പാമര വിഡ്ഢിയായ ഒരു മനുഷ്യൻ ഒരു കാര്യം പറഞ്ഞു അത് ഖുർആനിലുള്ളതാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് സ്വീകരിക്കും. ഈ വിഡ്ഢി പറഞ്ഞതുകൊണ്ടല്ല, എന്താണ് അത് ഖുർആനിലുണ്ട് എന്നതുകൊണ്ടാണ്. ഖുർആനിൽ ഇല്ലാത്തൊരു വിഷയം ദീനാണ് എന്ന് ലോകത്ത് അറിയപ്പെട്ട ഒരു പണ്ഡിതൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നിരാകരിക്കും. കാരണം എന്തുകൊണ്ട്? ആ പണ്ഡിതനോടുള്ള അനാദരവല്ല, അദ്ദേഹം പറഞ്ഞത് ഖുർആനിലെ നിയമവുമായി പൊരുത്തപ്പെടാത്തത് കൊണ്ടാണ്. ഇസ്ലാം ദീനിൽ ഒരു കാര്യം സുന്നത്താണ് എന്ന് ഏതോ ഒരു പണ്ഡിതൻ മദ്ഹബിന്റെ ഇമാമാര് ചെയ്തത് വലിയ ദൗത്യമാണ്, വലിയ ഉത്തരവാദിത്തമാണ്. അത് ലോകത്ത് കോടാനുകോടി മനുഷ്യർക്ക് അത് ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഫിഖ് എന്നുള്ള വിഷയം ഇസ്ലാമിക ധർമ്മശാസ്ത്രത്തെ ഈ രൂപത്തിൽ അനായാസരഹിതമാക്കി തീർത്തതിൽ, ആയാസരഹിതമാക്കി തീർത്തതിൽ, പ്രയാസങ്ങളില്ലാതെ നമുക്കത് അനുഭവം വേദ്യമാക്കി തീർത്തതിൽ മദ്ഹബിന്റെ ഇമാമന്മാർ വഹിച്ച പങ്ക് വളരെ വലുതാണ്. സ്ഖലിതങ്ങൾ അവർ സംഭവിച്ചു പോയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുന്നത് പിന്നീട് ഹദീസ് നിദാന ശാസ്ത്രം വിപുലീകരിക്കപ്പെടുകയും ബുഖാരിയും മുസ്ലിമും തുർമുദി നസായി ഇബ്നു മാജയും ഒക്കെ വന്നിട്ട് ഇവർ കോട്ട് ചെയ്ത ഹദീസുകളുടെ സിഹത്തിൽ സംശയമുണ്ട് എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തുകയും ചെയ്തപ്പോഴാണ്. അതിനാൽ ആര് പറഞ്ഞു എന്നതല്ല വിഷയം, ആ പറഞ്ഞത് ദീനുമായി മുവാഫഖ് യോജിക്കുന്നതാണോ അല്ലയോ എന്നതാണ്. ഇനി ഞാൻ ഇതിന്റെ അനുബന്ധമായി പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ കുടുംബമാണല്ലോ. കുടുംബത്തിന് ഇസ്ലാമിലുള്ള സ്ഥാനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സമൂഹത്തിന്റെ അടിസ്ഥാനപരമായ യൂണിറ്റാണ് കുടുംബം എന്ന് പറയുന്നത്. സന്തോഷകരമായ ഒരു കുടുംബം ഇസ്ലാം സ്വപ്നം കാണുന്നു. മനുഷ്യ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും ലഭ്യമാകാൻ നിങ്ങൾ കുടുംബമായി ജീവിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ കൽപ്പിക്കുന്നു. ആദർശാധിഷ്ഠിതമായിരിക്കണം കുടുംബം എന്നത് ഇസ്ലാമിന്റെ താല്പര്യമാണ്. ഇസ്ലാമിക കുടുംബം മാതൃകാ കുടുംബമായിരിക്കണം. മാതൃകാ കുടുംബം എന്ന് പറഞ്ഞാൽ ദൈവിക നിർദ്ദേശങ്ങൾക്കനുസരിച്ചുള്ള
വിശ്വാസവും സ്വഭാവവും സംസ്കാരവും ആരാധനകളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും സ്വീകരിക്കുന്നവർക്കാണ് മാതൃകാ കുടുംബം എന്ന് പറയാം. ഇസ്ലാമിൽ ഒരു കുടുംബം സന്തോഷ കുടുംബമായി മാറണമെങ്കിൽ അവരുടെ വിശ്വാസം ശരിയാകണം. തൗഹീദിൽ അധിഷ്ഠിതമായ കുടുംബമായിരിക്കണം. ആ കുടുംബത്തിൽ കുട്ടികളുടെ തെർബിയത്ത് നടക്കണം. തെർബിയത്ത് എന്ന് പറഞ്ഞ ശിക്ഷണമാണ്. ആ ശിക്ഷണത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നതോ ഈ പറഞ്ഞ തൗഹീദാണ്. തൗഹീദിൽ അധിഷ്ഠിതമായ ശിക്ഷണമായിരിക്കണം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. കുട്ടികൾക്ക് ഇബാദത്തുകൾ പഠിപ്പിച്ചു കൊടുക്കണം. ആരാധനകളുടെ സർവ്വവിധ ഭാവപ്രകടനങ്ങളും അല്ലാഹുവിന് മുമ്പിൽ മാത്രമേ സമർപ്പിക്കാവൂ എന്ന ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വം നമ്മുടെ കുട്ടികൾക്ക് അത് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇന്ന് കുടുംബം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മാധ്യമങ്ങളുടെ ദുസ്വാധീനം നമുക്കറിയാം. ക്യാമ്പസുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന അങ്കലാപ്പുകൾ നമുക്കറിയാം. സോഷ്യൽ മീഡിയയുടെ വിപത്തുകൾ നമുക്കറിയാം. മയക്കുമരുന്നുകളുടെ അമിതോപയോഗം ഇന്ന് പല കുടുംബങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സാമ്പത്തിക രംഗത്തെ അരക്ഷിതാവസ്ഥ, ധാർമ്മിക ബോധമില്ലായ്മ, മതബോധമില്ലായ്മ, അങ്ങനെ തുടങ്ങി നമ്മെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകണമെങ്കിൽ ധാർമ്മികതയിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസവും ശിക്ഷണവുമൊക്കെ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ മതത്തിന്റെ ഈ അടിസ്ഥാന വിഷയം, വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ സുന്നത്തുമാണ് മതത്തിന്റെ അടിസ്ഥാനമെന്നും അതനുസരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്നും നമ്മുടെ കുട്ടികൾക്ക് ഈ കുടുംബങ്ങളിൽ എത്ര പേര് പറഞ്ഞു കൊടുക്കുന്നത് കൃത്യമായി. സാമ്പത്തികമായ ഒരു നേട്ടം ലഭിക്കുമെന്നുണ്ടെങ്കിൽ ഏത് കോഴ്സ് ചേരാനും ഏത് കോഴ്സ് പഠിക്കുവാനും ആ പഠനത്തിന് വേണ്ടി എവിടെ പോകുവാനും അതിനുവേണ്ടി എന്ത് റിസ്ക് എടുക്കുവാൻ നമ്മളെല്ലാവരും തയ്യാറാണ്. ഭൗതിക കാര്യലാഭങ്ങൾക്ക് വേണ്ടി എന്ത് റിസ്ക് എടുക്കുവാൻ നമ്മൾ തയ്യാറാണ്. നമ്മുടെ കുട്ടികൾക്ക് ഏത് കോഴ്സ് വേണമോ ആ കോഴ്സ് തെരഞ്ഞെടുക്കാൻ, അതിന് എത്ര പണം ചെലവഴിക്കണമോ അത്രയും പണം ചെലവഴിക്കാൻ. ഞാൻ 22 വർഷത്തോളം പ്രവാസിയായിരുന്നു. ഇപ്പോഴും പ്രവാസി തന്നെയാണ് ഭാഗികമായി. ഒരുപാട് ആളുകളുമായി ഈ വിഷയത്തിൽ സംബന്ധിച്ചിട്ടുണ്ട്. കുട്ടികളുടെ പഠനം കഴിഞ്ഞിട്ട് വേണം നാട്ടിലേക്ക് തിരിച്ചു പോവാൻ. അയാളുടെ ലക്ഷ്യം കുട്ടികളുടെ പഠനമാണ്. ഭാരിച്ച സാമ്പത്തിക ചെലവുണ്ട് ഇപ്പോൾ ഉയർന്ന വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം നൽകാൻ. നാട്ടിൽ ലഭ്യമല്ലാത്ത കോഴ്സുകൾക്ക് അവരെ വിദേശങ്ങളിലേക്ക് പറഞ്ഞയക്കണം. അതിന് സാമ്പത്തിക പിൻബലം വേണം. അതിനാൽ അത് കഴിഞ്ഞ ശേഷമേ ഞാൻ തിരിച്ചു പോകുന്നുള്ളൂ. നമ്മിൽ പലരുടെയും സ്വപ്നമാണ് നമ്മുടെ കുട്ടികൾ നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് ഭൂമിയിലൂടെ നടക്കുന്ന നമ്മുടെ കരളിന്റെ കഷ്ണങ്ങളാണ്. ആ കരളിന്റെ കഷ്ണങ്ങളെ നാളെ ശാശ്വതമായ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ ആവശ്യമായ ശിക്ഷണം നൽകേണ്ടത് നമ്മുടെ കുടുംബങ്ങളിൽ വെച്ചാകണം. കുട്ടികളെ വിദേശത്തേക്ക് പറഞ്ഞയക്കുന്നതിന് മുമ്പ് അവർക്ക് അത്യാവശ്യമായ ഈ ധാർമ്മിക ശിക്ഷണം നേരത്തെ നൽകിയിരിക്കണം. അവർക്ക് തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കണം. ഇന്നതാണ് തൗഹീദ്, ഇന്നതാണ് ഏകദൈവ വിശ്വാസം, ഇന്നതൊക്കെയാണ് ഇബാദത്ത്. ആ ഇബാദത്ത് അള്ളാഹുവിന് മാത്രമേ പറ്റൂ, മറ്റുള്ളവർക്കത് പറ്റില്ല. അള്ളാഹുവിന്റെ അധികാരം ഇന്നതാണ്, അവന്റെ അതീശത്വം ഇന്നതാണ്. അള്ളാഹുവിന്റെ അധികാര അവകാശങ്ങളിൽ മറ്റു സൃഷ്ടികൾ കൈകടത്തുന്നത് ശിർക്കാണ്. ശിർക്ക് എന്ന് പറയുന്നത് ഒരിക്കലും കൊടുക്കാത്ത പാപമാണ്. അത് നരകത്തിലേക്കുള്ള പ്രവേശനം എളുപ്പമാക്കി തരുന്ന കാര്യമാണ്. എന്നിത്യാദി വിഷയങ്ങൾ അടിസ്ഥാനപരമായി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന എത്ര ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് കൃത്യമായി പറഞ്ഞു കൊടുക്കാറുണ്ടോ? നമുക്കറിയുമോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തുകളൊക്കെ? അടിസ്ഥാനപരമായ വിഷയങ്ങളിലെങ്കിലും സുന്നത്തുകൾ പഠിക്കണ്ടേ? നമ്മുടെ കുട്ടികളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം ഊട്ടിയുറപ്പിക്കുവാൻ ഞാൻ നിങ്ങൾ എന്താ ചെയ്തത്? പ്രവാചകനെ സ്നേഹിക്കുക എന്നുള്ളത് മതത്തിൽ നിർബന്ധമാണല്ലോ. നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നതിനേക്കാൾ, ബന്ധുമിത്രാദികളെ സ്നേഹിക്കുന്നതിനേക്കാൾ നമ്മൾ സ്നേഹിക്കുന്നത് അല്ലാഹുവിനെയും റസൂലിനെയും ആയിരിക്കണം. അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള സ്നേഹമായിരിക്കണം ഒരു വ്യക്തിക്ക് ഏറ്റവും ഇഷ്ടം.
മിമ്മാസിവാഹുമ അള്ളാഹു റസൂലും അല്ലാത്ത മറ്റെല്ലാത്തിനേക്കാളും, സ്വന്തം മാതാവിനേക്കാൾ, സ്വന്തം പിതാവിനേക്കാൾ. ഖുൽ ഇൻകാന ആബാഉക്കും വഅബ്നാഉക്കും വഇഖ്വാനുക്കും വഅസ്വാജുക്കും വഅശീറത്തുക്കും വഅംവാലുൻ ഇഖ്തറഫ്തുമുഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിൻ തർദൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി ഫതറബ്ബസൂന. നിങ്ങളുടെ മാതാക്കള്, നിങ്ങളുടെ പിതാക്കള്, നിങ്ങളുടെ സഹോദരന്മാര്, നിങ്ങളുടെ ഭാര്യമാര്, നിങ്ങളുടെ കുട്ടികള്, നിങ്ങളുടെ കച്ചവടങ്ങള്, നിങ്ങളുടെ ഭവനങ്ങള്, നിങ്ങളുടെ സമ്പത്ത്, ഇതൊക്കെയാണ് അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി, അള്ളാഹുവിനേക്കാളും റസൂലിനേക്കാളും അവൻ ഇഷ്ടമെങ്കിൽ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പ്രവർത്തനങ്ങളെക്കാൾ ഇഷ്ടമെങ്കിൽ നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക, അള്ളാഹുവിന്റെ ശിക്ഷ കൽപ്പന വരുന്നത് വരെ. ഈ പറഞ്ഞ രൂപത്തിൽ അള്ളാഹുവിനോടും റസൂലിനോടുമായിരിക്കും നമ്മുടെ അദമ്യമായ സ്നേഹം, ആഗ്രഹം. എത്ര ആളുകൾക്ക് അറിയാം? എത്ര ആളുകൾ തന്നെ സ്നേഹിക്കുന്നു? അള്ളാഹുവിനെ റസൂലിനെയും സ്നേഹിക്കുന്നുണ്ടോ? ആ സ്നേഹം നമുക്കില്ലെങ്കിൽ എങ്ങനെ നമ്മുടെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കും? മഹാനായ ഉമറുൽ ഫാറൂഖ് ഒരിക്കൽ വിശ്വാസത്തിനോട് ഒരിക്കൽ വന്നിട്ട് റസൂലോട് പറയുന്നുണ്ട്, റസൂലെ, എന്റെ നഫ്സ് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങളോടാണ് കേട്ടോ. റസൂൽ പറഞ്ഞു, ലാ യാ ഉമർ, അല്ല ഉമറെ, പറ്റില്ല. നിന്നേക്കാൾ അധികം ഞാനായിരിക്കണം നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഉമർ തിരുത്തി, റസൂലെ, ഇന്നു മുതൽ നിങ്ങളാണ് എന്നേക്കാൾ എനിക്കിഷ്ടം. ഉമറെ, എപ്പോഴാണ് നിന്റെ വിശ്വാസം ശരിയായത്? നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിരിക്കണം നമ്മുടെ ഉപ്പയേക്കാളും ഉമ്മയേക്കാളും വീട്ടിലെ മറ്റു ആളുകളെക്കാളും ഒക്കെ നമ്മുടെ മക്കൾക്ക് സ്നേഹം എന്നുള്ളത് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തെങ്കിലേ നമ്മുടെ ഇസ്ലാം പൂർണ്ണമാകൂ. അതല്ലാത്ത മറ്റെന്ത് കാര്യം നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താലും ആ ശിക്ഷണം പൂർണ്ണമല്ലാത്ത ഇസ്ലാമിന്റെ ശിക്ഷണമല്ല. നമ്മുടെ കുട്ടികൾക്ക് ശിക്ഷണം നൽകിയിട്ടില്ല, തർബ്ബിയത്ത് നൽകിയിട്ടില്ല. തർബിയത്തിന്റെ ശിക്ഷണത്തിന്റെ അടിസ്ഥാന ഭാഗങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ല. പറഞ്ഞു വിശുദ്ധ ഖുർആനിൽ സൂറത്ത് അഹ്ഖാഫിൽ ഒരു ആയത്തുണ്ട്. അവിടെ മാതാപിതാക്കൾ കുട്ടികളോട് പറയുന്ന വൈലക്ക ആമീൻ എന്ന് പറയുന്ന وقد خلت القرون من قبلي وما يستغيثان الله ويلك آمن إن وعد الله حق. നമ്മൾ കതിരിൽ വളർന്നിട്ട് കാര്യമില്ല. എത്രയോ ആളുകൾ കുട്ടികൾ വൈദ്യുതിപ്പോകുന്നതിനെ കുറിച്ച് പറയുന്നു. അവസാനം മകനെ അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാണ്, നീ ദീനിലേക്ക് വരണമെന്ന് പറഞ്ഞാൽ ഈ മകൻ പറയും, ഇൻഹാദാ ഇല്ലാ സാത്തിറുൽ അവ്വലീൻ, അതൊക്കെ പൂർവികളുടെ കെട്ടുകഥകളാണ്. എനിക്ക് എന്റെ ജീവിതാനുഭവത്തിൽ എന്റെ അടുക്കൽ വന്ന ഒരുപാട് കേസുകൾ എനിക്ക് ഉദാഹരണമായി പറയാൻ കഴിയും. കുട്ടികളെ ലാളിച്ച് ഓമനിച്ച് അവർക്ക് ആവശ്യമായ മുഴുവൻ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് അടിസ്ഥാനപരമായ വേഗം ചെയ്തു കൊടുക്കാതെ വളരെ പ്രതീക്ഷയോടുകൂടെ കല്യാണം കെട്ടിച്ചയക്കാൻ വേണ്ടി നിക്കാഹ് നടക്കുന്നതിന്റെ തലേ ദിവസം ഓടിപ്പോയ വേദനാജനകമായ കഥകൾ എന്റെ മുമ്പിലുണ്ട്. കൂടെ പഠിക്കുന്ന കുട്ടികളുടെ അന്യമതത്തിൽപ്പെട്ട സഹോദരന്മാരുമായി ഒളിച്ചോടിയ പെൺകുട്ടികളുടെ കഥകൾ, ഇതര സമുദായത്തിൽപ്പെട്ട ആളുകളുടെ കുട്ടികളെ വീട്ടുകാരറിയാതെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന കാഴ്ച നോക്കൂ നിങ്ങൾ, എന്ത് ദയനീയമാണൊക്കെ. ലഹരിക്ക് അടിമപ്പെട്ട എത്ര കുട്ടികളുണ്ട് മുസ്ലിം സമൂഹത്തിൽ. ഇന്നത്തെ ഈ അധികരിച്ചു വരുന്ന ഉദാരവൽക്കരണ ചിന്താഗതി ഉണ്ടല്ലോ, നിരീശ്വര നിർമ്മത വാദത്തിന്റെ ആളുകളും അവിടെ രാഷ്ട്രീയ പാർട്ടികളും വിദ്യാർത്ഥി സംഘടനകളും ഒക്കെ ക്യാമ്പസിലെ കുട്ടികളെ വലയെറിഞ്ഞ് വീഴ്ത്തുകയാണ്. ഉദാര ലൈംഗികതയും അതേപോലെ നവ ലിബറൽ ചിന്താഗതികളും ഒക്കെ അവതരിപ്പിച്ചു കുട്ടികളൊക്കെ വീണ് പോവുകയാണ്. അമിതമായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് കുട്ടികളെ പറഞ്ഞ് അവരെ ഒളിപ്പിച്ച് അവരെ വശീകരിക്കുകയാണ്. കുട്ടികളതിൽ വീണ് പോവുക. ദീനി ചുറ്റുപാടുള്ള സാഹചര്യത്തിൽ വളർന്ന കുട്ടികൾ പോലും വളരെ ഗൗരവമായി കാണേണ്ട വിഷയമാണ്. അടിസ്ഥാനപരമായി നൽകേണ്ട മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസിന് ഒരു വാചകമുണ്ട്. അദ്ദേഹം പറഞ്ഞത്, കുട്ടികൾക്ക് അത്തിമുഹുസബ്ര വലായി മുഹുസബ്ര, ലായി മുഹുസബ്ര, അത്തിമുഹുസബ്ര വസായി മുഹുസബ്ര സുമത്തുൽഹബലവലായി. ആദ്യത്തെ 7 വർഷം കുട്ടികളുടെ കൂടെ കളിക്കി, പിന്നത്തെ 7 വർഷക്കാലം മകത്തിരിവ് വന്നു പറഞ്ഞാൽ കാര്യങ്ങൾ പറഞ്ഞാൽ ബോധ്യപ്പെടും. അതുകൊണ്ടാണ് 7 വയസ്സായ നമസ്കരിക്കാൻ കൽപ്പിക്കാന്നൊക്കെ പറഞ്ഞത്. അതിനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ അടുത്ത 7 വർഷക്കാലം
കാലം കുട്ടിക്ക് എന്ത് ചെയ്യണം? അതവ് പഠിപ്പിച്ചു കൊടുക്കും, സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കുക. കുട്ടിക്ക് 14-15 വയസ്സായി, സഭ അവനെ കൂട്ടുകാരനായി തെന്നോളം എത്തിക്കഴിഞ്ഞാൽ താനെന്ന് വിളിക്കണം. മലയാളത്തിൽ ചൊല്ലുണ്ട്. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും 15 വയസ്സായോ നമ്മയുടെ അതേ വളർച്ചയെത്തി. ഏകദേശം 16-17 വയസ്സായി കഴിഞ്ഞാൽ അവരുടെ കുട്ടികളുടെ വളർച്ച നിൽക്കും. അവരെ കൂട്ടുകാരനായി ചേർക്കണം. ആ നിലയ്ക്ക് വേണം കാര്യങ്ങളൊക്കെ, വീട്ടിലെ കാര്യങ്ങളൊക്കെ അവരുമായി ഡിസ്കസ് ചെയ്യണം. പിന്നെ കുട്ടികൾക്ക് അവന്റെ കയറ് അവന്റെ കഴുത്തിൽ വിട്ടുകൊടുത്തോ, ഇത് കുഴപ്പമൊന്നുണ്ടാവില്ല. 21 വയസ്സ് വരെ കുട്ടി നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കണമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതിൽ അവസാനത്തെ 3-1 15 മുതൽ ഒരു ഏകദേശം മെച്ചുവേർഡായി പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ടീനേജേഴ്സ് മുതൽ അവർ അങ്ങോട്ട് വിവാഹം വരെയുള്ള ആ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, ആ കാലഘട്ടം കുട്ടികൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുകയും വേണം. അതോടൊപ്പം എന്ത് ചെയ്യണം? നമ്മളെ കുട്ടികളെ നമ്മുടെ കൂട്ടുകാരനൊക്കെ കൊണ്ടു നടക്കുകയും വേണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം ഇതാണ്. ഈ ആദർശം എന്ന് പറയുന്നത് പലപ്പോഴും മുജാഹിദ് പ്രസ്ഥാനത്തിലെ ആൾക്കാരെ നമ്മളൊക്കെ തന്നെയാണ്. മുജാഹിദ് പ്രസ്ഥാനം ഈ ഖുർആൻ സുന്നത്ത് ഇങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ പല ആൾക്കാരും ചോദിക്കാറുണ്ട്, ഇവർക്ക് ഈ ഖുർആനും ഹദീസും തൗഹീദും മാത്രമേ വേറെ ഒന്നുമില്ലേ? അത് അടിസ്ഥാനപരമായ വിഷയമാണ്. നമ്മുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്, നമ്മുടെ അസ്തിത്വത്തിന്റെ പ്രശ്നമാണ്, ഈ സമുദായത്തിന്റെ സ്വത്വബോധത്തിന്റെ പ്രശ്നമാണ്, നമ്മുടെ ദുനിയാവിന്റെ പ്രശ്നമാണ്, നമ്മുടെ ആഹാരത്തിന്റെ പ്രശ്നമാണ്, എന്റെയും നിങ്ങളുടെയും നമ്മുടെ മാതാപിതാക്കളുടെയും നമ്മുടെ കുട്ടികളുടെയും ഒക്കെ സ്വന്തപ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നിസ്സാരമായി തള്ളരുത്. അതുകൊണ്ട് എന്താണ് ഇസ്ലാമിന്റെ ആദർശം? നമുക്ക് വേണമെങ്കിൽ ഓരോ വിഷയങ്ങൾ എടുത്ത് പറയാം. മുസ്ലിം സമുദായത്തിന്റെ ഉള്ളിലും സമുദായത്തിന്റെ പുറത്തുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ ഏതൊരു വിഷയം നിങ്ങളുടെ മുമ്പിൽ വന്നാലും ആ വിഷയത്തിൽ ഖുർആൻ ഏതിന് പിന്തുണ കൊടുക്കുന്നു? ഒന്നാമതായി നോക്കുക. സുന്നത്ത് ഏതിനാണ് പിന്തുണ നൽകുന്നത്? ഖുർആനും സുന്നത്തും ഏത് അഭിപ്രായത്തിന്റെ? നിങ്ങളെല്ലാ സംഘടനാ കെട്ടുബന്ധങ്ങൾ മാറ്റിവെച്ചത്. ഏതെങ്കിലും ഒരു സംഘടന മെമ്പർഷിപ്പ് ഒരു വിഷയമേ ആക്കണ്ട. നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പരലോകത്ത് ചെല്ലുമ്പോൾ നിങ്ങൾ ഏത് സംഘടന മെമ്പർഷിപ്പായി എടുത്ത് നോക്കിയിട്ട് അതിന്റെ അടിസ്ഥാനത്തിലല്ല നമ്മുടെ വോട്ടർ ലിസ്റ്റ് മറ്റന്നാൾ ബൂത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ അയച്ചു നോക്കി കയറ്റുന്നത് പോലെ നിങ്ങൾ ഏത് സംഘടനയും മെമ്പർഷിപ്പ് എടുത്ത് നോക്കിയിട്ടെന്നല്ല പ്രചോദനം ചെയ്യുന്നത്, സ്വർഗത്തിലേക്ക് നരകത്തിലേക്ക് തിരിക്കുന്നത്. ഇതൊക്കെ ചില ഉപാധികളാണ്. ഇങ്ങനെയുള്ള സംവിധാനങ്ങളുടെ ജനങ്ങളോട് പറയാൻ, ഇങ്ങനെ IIC എന്ന് പറഞ്ഞ സംഘടന ഉള്ളതുകൊണ്ടാണല്ലോ എനിക്ക് ഈ കാര്യം നിങ്ങളോട് പറയാൻ പറ്റിയത്. അതിനൊരു പ്ലാറ്റ്ഫോം ഒരുക്കിയത് ഇവരാണ്. ആ ഒരു പ്ലാറ്റ്ഫോം അതൊക്കെ ഇങ്ങനെയുള്ള ജനത്തിന്റെ ചില കാലികമായ ചില അനുകൂല ഘടകങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. സംഘടന നോക്കണ്ട. ആരെന്തു പറഞ്ഞാലും ദീനിന്റെ ഒന്നാം പ്രമാണമായ വിശുദ്ധ ഖുർആനും രണ്ടാം പ്രമാണമായ പ്രവാചകൻ സുന്നത്തും ഈ പറഞ്ഞ വിഷയത്തിൽ ഏതിനാണ് പിന്തുണ നൽകുന്നത്, ഏതിനാണ് പിൻബലം? ഖുർആന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഇത് ഏതാണ് ചെയ്യും? അറിയില്ലേ? അറിയുന്ന ആൾക്കാരോട് ചോദിക്കാം. ആ ചോദിക്കുന്ന ആളുകൾ പറയുന്നത് ഖുർആനും സുന്നത്തും അനുസരിച്ചാണോ എന്ന് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുക? ചിന്തിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കാര്യങ്ങൾ മനസ്സിലാക്കുക. കുട്ടികൾക്ക് എന്ത് ചെയ്യുക? ദീൻ പഠിപ്പിച്ചു കൊടുക്കുക. ആ വിഷയത്തിൽ ഉപേക്ഷ വരുത്തരുത്. അത് കഴിഞ്ഞിട്ട് മറ്റു ഭൗതിക കാര്യങ്ങളൊക്കെ കുട്ടികൾ ഏകദേശം 9-10 വയസ്സായി കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുന്ന ആ ഘട്ടങ്ങളിൽ മാതാക്കളാകട്ടെ പിതാക്കളാകട്ടെ കുട്ടികൾക്ക് എന്ത് ചെയ്യണം? ഈ നിലയ്ക്ക് ദീനിന്റെ അടിസ്ഥാനപരമായ വിഷയങ്ങൾ യാതൊരു മടിയും കൂടാതെ കൃത്യമായി അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. ചെറുപ്പത്തിലെ അവരുടെ മനസ്സിൽ ദീന് അരക്കി തുറപ്പിക്കണം. ചുട്ടയിലെ ശീലം ചുടല വരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് വചനങ്ങളുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട. ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആന്റെയും പ്രവാചക സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള മാതൃകായോഗ്യമായ ജീവിതം നയിക്കാൻ, ആദർശാധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ, നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ സ്വർഗം ലഭിക്കാൻ അർഹമാക്കുമാറുള്ള ഉത്തമ ജീവിതം നയിക്കാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെല്ലാ പാപങ്ങളും ഒത്തിരുമാറാകട്ടെ. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. جزاك الله خير شيخ سليمان.